ഹലോ. അപ്പോൾ അതേ നമ്മൾ ഇന്നും അമ്മയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ കാര്യം നടന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ട് പോന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ അക്രി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയേക്കാണ്. ഇത് ഞങ്ങൾ 199 കട എന്നാണ് പറയാറ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പണ്ട് ഈ കടയുടെ പേര് അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ പേര് ബഡാ ബസാർ എന്നാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കുറേ കടകൾ കാണാറില്ലേ? ആ കടകളെല്ലാം കൂടി ഒരു കടയാക്കി എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഈ ഒരു കട എന്ന് പറയുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും മേടിക്കാൻ കിട്ടും കേട്ടോ. സ്റ്റീല്, പ്ലാസ്റ്റിക്, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഡ്രസ്സും ബാഗും അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ആ സൈഡിലേക്ക് പോവേണ്ട ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ചെടികൾ, ചെടിച്ചട്ടികൾ, ഒരുപാട് സാധനം. ആ ചുറ്റിക കണ്ടോ, നല്ല രസമല്ലേ? അപ്പം ഞാനത് എടുത്തിട്ട് അമ്മയുടെ തലയ്ക്ക് അടിച്ചു നോക്കാം കേട്ടോ. വേനെടുക്കൊന്നുമില്ല, അത് വാക്സിൻ്റെ ഒരു സാധനം. പിന്നെ ഞാൻ ദേ ഈ കുടുക്ക കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നി. പക്ഷെ ഞാൻ പിന്നെ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചിന്തിച്ചത് വേണ്ടാന്ന് വെച്ചു. ഇതാട്ടോ നമ്മുടെ കട. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോകുന്ന റൂട്ടിൽ LFന് മുന്നായിട്ട് നവ്യയുടെ ഓപ്പോസിറ്റായിട്ടാട്ടോ ഈ ഷോപ്പ് വരുന്നത്. അത് കഴിഞ്ഞ് അമ്മ മീൻ മേടിക്കാൻ പോയി. അയ്യോ, പുഴയിൽ പോയി ഒരു മീൻ മേടിച്ച് കറി വെച്ച് കഴിച്ച് അത് ദഹിക്കാനുള്ള സമയം എടുത്തു കേട്ടോ. അമ്മ തിരിച്ചു വരാനായിട്ട് ഞാനവിടെ ഭയങ്കര പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോകുന്ന വഴിക്ക് ഡ്രൈവറിനുള്ള കൈക്കൂലിയാണ് അമ്മ വാങ്ങിത്തരുന്നത്. പഫ്സാട്ടോ, കോട്ടയ്ക്കല്ല പഫ്സ്. കോട്ടയ്ക്കല്ല പഫ്സിന് നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ അതിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചു തരാം.